ഓക്കെ. നേമത്ത് 4324 വോട്ടിന്റെ ഭൂരിപക്ഷം അത് മാറാതെ നിൽക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഒരു വിവരങ്ങളാണ് കിട്ടേണ്ടത്. കൊണ്ടിരിക്കുകയാണ് സർ. ഇതിനൊരു കപ്പിത്താനുണ്ട് സർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ. സർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. എന്തായാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ UDF നേരത്തെ വളരെ സെക്യൂറായ ഒരു പൊസിഷനിലായിരുന്നു. ഇപ്പോൾ അവിടുത്തെ 893 വോട്ടായിട്ട് അവിടുത്തെ ലീഡ് കുറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം കൂടി ഒരു ക്ലോസ് കോണ്ടസ്റ്റ് നടക്കുന്ന ഒരു മത്സരമായി മാറുകയാണ്. അപ്പോൾ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം, ഈ 4 മണ്ഡലം, തിരുവനന്തപുരത്തെ ഈ മണ്ഡലങ്ങൾ ഇപ്പോൾ വിജിൻ വായനറുണ്ട്. വിജിനെ, വട്ടിയൂർക്കാവിലെ സെക്കൻഡ് പൊസിഷനിൽ ആരാണ്? വട്ടിയൂർക്കാവിൽ നിലവിൽ LDF സെക്കൻഡ് പൊസിഷനിലും UDF ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷേ അവിടെ ക്രമാതീതമായി വോട്ട് കുറയുന്നുണ്ട്, ലീഡ് കുറയുന്നുണ്ട് കെ മുരളീധരന്റേത് എന്നുള്ളത് എടുത്തു കാണേണ്ടതാണ്. 1500 മുകളിൽ നേരത്തെ ഉണ്ടായിരുന്നത് അതിപ്പോൾ 400 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ശക്തമായ മത്സരം തന്നെ മുരളീധരനും ഒപ്പം തന്നെ VK പ്രശാന്തും തമ്മിൽ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവസാന റൗണ്ടുകളിലേക്ക് കടക്കുമ്പോൾ ശക്തമായ മത്സരം തന്നെ നടക്കാനുള്ള സാധ്യതയാണ്. അത് LDFനോ UDFനോ മാത്രം മെജോറിറ്റിയുള്ള മേഖലകളല്ല, BJPക്ക് മെജോറിറ്റിയുള്ള മേഖലകൾ കൂടിയുണ്ട്. അവിടെ നിന്ന് ആര് വോട്ട് പിടിക്കുന്നു അനുസരിച്ചായിരിക്കും വിജയപരാജയങ്ങൾ എന്തായാലും നിശ്ചയിക്കുക. ഇപ്പോൾ അതിശക്തമായ മത്സരം വട്ടിയൂർക്കാവിൽ നടക്കുന്നു എന്ന് വേണം കരുതാൻ. 40,000 വോട്ടിന് ലീഡാണ് പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമായിട്ട് ചാണ്ടി ഉമ്മൻ മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച. വേറെ കാര്യം ശ്രദ്ധിച്ചോ, ആരും UDFൽ ജയിക്കുന്ന ആരും വലിയ ലീഡിലല്ല ജയിക്കാൻ പോകുന്നത് എന്നും ശ്രദ്ധേയമാണ്. വലിയ ലീഡ് ആർക്കുമില്ല. വലിയ ലീഡ് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും തന്നെ ഇല്ല, ചാണ്ടി ഉമ്മൻ ഒഴികെ എന്നും ശ്രദ്ധേയമാണ്. പക്ഷെ ചേലക്കരയിൽ ഇവരാരും വോട്ടിന്റെ ലീഡുണ്ട്. LDF ജയിക്കുന്നവർ UDFൽ അങ്ങനെ കാര്യമായി എല്ലാവർക്കും വലിയ ലീഡൊന്നും ഇല്ല. അല്ല, ഈ ലീഗെല്ലാം കംഫർട്ടബിൾ മെജോറിറ്റിയാണ്. യെസ്. നമ്മൾ പാലക്കാട് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. നേമത്ത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നേമത്ത് ഒരുപക്ഷെ ജയിച്ചേക്കാം. പക്ഷെ നേമത്ത് ഇനിയും എണ്ണാൻ കിടക്കുന്ന റൗണ്ടുകൾ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. കഴിഞ്ഞ തവണയും ഏറ്റവും അവസാനത്തെ റൗണ്ട് എണ്ണുമ്പോൾ മാത്രമാണ് V ശിവൻകുട്ടിക്ക് മുന്നിൽ വരാൻ കഴിഞ്ഞത് എന്നാണ് ആര് പറയുന്നത്? ഈ ശിവൻകുട്ടി തന്നെയും പറയുന്നത്. വിജിൻ വായനോട് റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെയാണ്. അതേസമയം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി പോകാൻ തോന്നുന്നു. ഡൽഹി ബ്യൂറോയെ കിട്ടിയാൽ നമുക്ക് പശ്ചിമ ബംഗാളും അസമും തമിഴ്നാടും ചോദിക്കാമായിരുന്നു. അസം BJP ഉറപ്പിച്ചു 95+ എന്ന് പറയുന്ന നമ്പറിൽ 95 ഉറപ്പിച്ചു. തമിഴ്നാട് വിജയ് അവിടെ CM ആകുമ്പോഴാണ്. എല്ലാ നിരീക്ഷണങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട്, എല്ലാ തരത്തിലുള്ള കാൽക്കുലേഷൻസിനെയും മറികടന്നുകൊണ്ട് വിജയ് തുടക്കത്തിൽ തന്നെ ഒരു വലിയ ആവേശം ഉണ്ടാക്കി. ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ മടുപ്പ് എന്ന് പറയുന്ന സംഗതി വിജയ് ഒരു പുതിയ സംഗതിയായിട്ട് വരുന്നു. ഈ ദ്രാവിഡ പാർട്ടികളെ ഇങ്ങനെ കണ്ടു മടുത്തവർ 106 സീറ്റിൽ TVക്ക് ലീഡിയാണ്. DMK 54. നല്ല ഭരണവിരുദ്ധ വികാരം. അപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് ഒരുമിച്ച് ഭരിക്കാം. ഒരുപക്ഷെ BJP ബാക്ക് ഡോറിലൂടെ കടന്നു വരാൻ സാധ്യതയുള്ള പുതിയൊരു ഭൂമികയായി തമിഴ്നാട് മാറുകയാണ്. വിജയെ സംബന്ധിച്ച് എന്തുമാത്രം അദ്ദേഹത്തിന് ആശയപരമായ ഭദ്രതയുണ്ടെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്തുമാത്രം തമിഴ്നാടിന്റെ ദ്രവീഡിയൻ കൾച്ചറിനെയും രാഷ്ട്രീയത്തെയും അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ നിയമം പോലെ തന്നെ